ഹായ് ഹലോ നമസ്കാരം. 9.5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 1800ഓളം സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായി വരുന്ന മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടിയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കാനും മറക്കല്ലേ. ഇങ്ങനെ ചെയ്താൽ ദിവസവും ഇതുപോലെയുള്ള വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. അതെ, 9.5 സെൻറ്റ് ഒറിജിനൽ ലാൻഡാണ് വരുന്നത്. ഈ കാണുന്ന ലാൻഡും ഈ വീടും ഉൾപ്പെടെ 9.5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 1800ഓളം സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം വരുന്ന ഈ വീട് എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പൂക്കാട്ടുപടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബസ് റൂട്ടിൽ നിന്നും ഏതാണ്ട് ഒരു 250ഓളം മീറ്റർ മാത്രം ദൂരത്തായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റും കോമ്പൗണ്ട് വാൾ നൽകിയിരിക്കുന്നു. സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റ് വീടിന് നൽകിയിട്ടുണ്ട്. തീർത്തും വാസ്തുശാസ്ത്രപരമായി തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ദിക്കിലേക്കാണ്. നമ്മുടെ ഈ ലൊക്കേഷനിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്റർ ദൂരവും, എടപ്പള്ളിയിലേക്ക് 12 കിലോമീറ്റർ ദൂരവും, ആലുവ ടൗണിലേക്ക് 9 കിലോമീറ്റർ ദൂരവും, ആലുവ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 4 കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത്. വീണ്ടും മുൻവശത്തായി ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. വലിയ 2 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഒരു കവേർഡ് കാർ പാർക്കിംഗ് ഇവിടെ ലഭിക്കുന്നു. മറ്റൊന്ന് ഓപ്പൺ കാർ പാർക്കിംഗ് ആണ്. ഈ വീടിൻ്റെ വാട്ടർ സോഴ്സിനായി നൽകിയിരിക്കുന്നത് കിണർ വെള്ളമാണ്. മാത്രമല്ല കേടുപുളിയോ കണക്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. ചുറ്റും വീടുകളെല്ലാമുള്ള മനോഹരമായൊരു ലൊക്കേഷനിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 2014 ഫ്ലഡ് ബാധിക്കാത്ത മനോഹരമായൊരു ലൊക്കേഷനാണിത്. ചെറിയൊരു സീറ്റ് ഔട്ടാണ് വീടിന് നൽകിയിരിക്കുന്നത്. 4 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. മെയിൻ ഡോർ ഒരു പാളിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് നേരെ കയറിച്ചെല്ലുന്നത് ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു കോർണർ സൈസ് സെറ്റ് ഇടാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. വലിയ വെട്രിഫൈഡ് ടൈൽസുകൾ തന്നെയാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. ഡൈനിങ് സ്പേസാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഡൈനിങ് സ്പേസ് ഒരുക്കിയിരിക്കുന്നത്. വലിയൊരു ഡൈനിങ് ടേബിൾ, എനിക്ക് തോന്നുന്നു ഒരു 4-6 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഒതുങ്ങിയ രീതിയിൽ തന്നെ ഒരു വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നു. TV യൂണിറ്റ് ഇവിടെയാണ് വരുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കോമൺ വാഷ് ഏരിയ ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഈ ഒരു ഭാഗത്തു നിന്നും നൽകിയിട്ടുണ്ട്. മനോഹരമായ രീതിയിലാണ് ഈ ഏരിയ എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ കിച്ചൺ കാണാം. നല്ല സ്പേഷ്യസ് ആയ കിച്ചൺ, ധാരാളം ക്യാബിനറ്റുകൾ നൽകിയിരിക്കുന്നു. കിഴക്കോട്ടാണ് കേട്ടോ കിച്ചണിൻ്റെ ഒരു കുക്കിംഗ് ചെയ്യുന്ന ദിശ വരുന്നത്. ബ്ലാക്ക് കളർ ഗ്ലോസി ഗ്രാനൈറ്റ് ആണ് കിച്ചൺ ടോപ്പിനായി യൂസ് ചെയ്തിരിക്കുന്നത്. മനോഹരമായ കിച്ചൺ. ഇവിടുത്തെ കബോർഡ് വർക്കുകൾ എടുത്ത് പറയത്തക്ക വിധം നല്ല ധാരാളം കബോർഡ് വർക്കുകൾ നൽകി തന്നെയാണ് കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. കിച്ചണോട് ചേർന്ന് തന്നെ നമുക്കിവിടെ ഒരു വർക്ക് ഏരിയ, നല്ല സ്പേഷ്യസ്, നല്ല സൗകര്യത്തിലുള്ള ഒരു വർക്ക് ഏരിയ അവൈലബിൾ ആണ്. ഇവിടെയും ഷീറ്റ് വർക്കെല്ലാം ചെയ്ത് കവേർഡാക്കി നല്ല സെക്യൂർഡാക്കി തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ടൈലുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. വാഷ് ബേസിൻ നൽകി തന്നെയാണ് വർക്ക് ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. വർക്കിംഗ് ടേബിളെല്ലാം നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായി ചെറിയൊരു അടുക്കള തോട്ടം നിർമ്മിക്കാനുള്ള ചെറിയ സ്പേസ്, അല്ലെങ്കിൽ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള ചെറിയ സ്പേസ് അവൈലബിൾ ആണ്. ഈ ഒരു ഭാഗത്താണെങ്കിൽ നമുക്ക് ഡ്രസ്സുകളെല്ലാം വാഷ് ചെയ്തിടാനുള്ള ഒരു ഏരിയ നമുക്കിവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല ഒരു അലക്ക് കല്ല് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഈ ഒരു ഏരിയയിലെ വിശേഷങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂമുകളാണ് കാണേണ്ടത്. 2 ബെഡ്റൂമുകളാണ് കേട്ടോ ഗ്രൗണ്ട് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. രണ്ടും ഒരേ സൈസിലുള്ള അത്യാവശ്യം ഒരു വലിപ്പത്തിലുള്ളൊരു ബെഡ്റൂമുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കുകളിൽ ഗ്രീൻ കളറാണ് നൽകിയിരിക്കുന്നത്. ഇനി ഗ്രീൻ വേണ്ട, വൈറ്റ് മതി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളർ വേണമെങ്കിൽ അതും ചെയ്ത് നൽകുന്നതാണ്. വാൾഡ്രോബ് സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങൾ നൽകിയിരിക്കുന്നു. നല്ല നീളത്തിലൊരു ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഗ്യാരണ്ടിയോട് കൂടിയ സാനിറ്ററി ഫിറ്റിങ്സുകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമിലേക്ക് പോയാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. ബെഡ്റൂമുകളുടെ ഡോറുകളെല്ലാം വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാ വുഡൻ വർക്കുകളും ആഞ്ഞിലി മരത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. ധാരാളം വെന്റിലേഷൻ സൗകര്യം ഇവിടെയും അവൈലബിൾ ആണ്. മാത്രമല്ല അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ബാത്റൂംസിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ആയ ബാത്റൂം ഇവിടെയും നൽകിയിരിക്കുന്നു. മനോഹരമായ രീതിയിലാണ് ഈ ഒരു ഏരിയ ഒരുക്കിയിരിക്കുന്നത്.
നല്ല ഭംഗിയുള്ള വാൾ ടൈൽസുകളെല്ലാം നൽകി മനോഹരമായ രീതിയിലാണ് ഈ ഒരു ഏരിയ ഒരുക്കിയിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. സ്റ്റെയർകേസ് നേരത്തെ കണ്ടു. ഡൈനിങ് സ്പേസിൻ്റെ ഒരു കോർണറിൽ നിന്നാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് സ്റ്റെയർകേസ് നൽകിയിരിക്കുന്നത്. ഫ്ലോറിങ്ങിനായി വുഡൻ ഫിനിഷുള്ള ടൈൽസുകളാണ് നൽകിയിരിക്കുന്നത്. ഹാൻഡ് റെയിനായി സ്റ്റെയിൻലെസ് സ്റ്റീലും നൽകിയിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്ന അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു അപ്പർ ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇവിടെ എല്ലാം ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. 2 ബെഡ്റൂമുകളാണ് കേട്ടോ ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളും ഏതാണ്ട് ഒരു 12 അടി വീതിയും ഒരു 14 അടി നീളവുമായാണ് എല്ലാ ബെഡ്റൂമുകളും ഒരുക്കിയിരിക്കുന്നത്. വാൾഡ്രോബ് സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. അറ്റാച്ച്ഡ് ബാത്റൂമോട് തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. 4th ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമോടി തന്നെയാണ് 4th ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് 4th ബെഡ്റൂമും നൽകിയിരിക്കുന്നത്. 9.5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ് കേട്ടോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 1650 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായി വരുന്ന ഈ വീട് എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം കിഴക്കമ്പലം 2020 പഞ്ചായത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഫ്ലഡ് ബാധിക്കാത്ത മനോഹരമായ ലൊക്കേഷൻ, നല്ല പ്രകൃതി രമണീയമായ മനോഹരമായ ഒരു കോയിറ്റായിട്ടുള്ള നല്ലൊരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളം വീടുകളെല്ലാം ഉള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടും ഈ വീടിനോട് സൈഡിൽ കിടക്കുന്ന ലാൻഡ് ഉൾപ്പെടെ 9.5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ വില ഭാഗങ്ങളിലേക്ക് പോയാൽ വീടിന് ചോദിക്കുന്ന വില 78 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളാണ്. എല്ലാ ബാങ്കുകളുടെ ലോൺ സൗകര്യവും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഓണറുമായി ഡയറക്റ്റ് സംസാരിക്കാം. ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെ വീഡിയോകൾക്കായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.